ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഞാൻ ഷഹറൂബ ഷമീർ. ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡിംഗ് ആണ്, പോംഗ്രനേറ്റ് പുഡിംഗ്. വളരെ ഹെൽത്തി ആയ ഒരു പുഡിംഗ് ആണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. പോംഗ്രനേറ്റ് 1 കിലോ ആണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിൻ്റെ സീഡ്സ് മാത്രം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. വെള്ളമൊന്നും ചേർക്കാതെ വേണം ഇതിൻ്റെ ജ്യൂസ് എടുക്കാൻ. ഒരുപാടൊന്നും അരച്ചെടുക്കരുത്, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഒരുപാട് അരച്ചെടുത്താൽ നമ്മുടെ പോംഗ്രനേറ്റിൻ്റെ വൈറ്റ് പോർഷനും ഇതിൽ മിക്സ് ആവും. അപ്പോൾ പിന്നെ നമുക്ക് ഈ കളർ കിട്ടില്ല. അതുകൊണ്ടാണ് ഒരുപാട് അരച്ചെടുക്കരുതെന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമ്മളിതൊന്ന് അരിച്ചെടുക്കണം. 1 സ്പൂൺ വെച്ചൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് ജ്യൂസ് നമുക്ക് കിട്ടും. പിന്നെ ഇതിൽ വെള്ളമൊന്നും ആഡ് ചെയ്യരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം. പോംഗ്രനേറ്റിൻ്റെ ജ്യൂസ് മാത്രമാണ് നമുക്ക് വേണ്ടത്. 2 കപ്പ് ജ്യൂസാണ് ഇപ്പോൾ ഇവിടെ കിട്ടിയിട്ടുള്ളത്. വെള്ളമൊന്നും ചേർക്കാതെയാണ് ജ്യൂസ് എടുത്തിട്ടുള്ളത്. 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത്. ഇത് 5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ്. ഇതും കൂടി ഇതിലേക്ക് ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് നമ്മൾ എടുക്കേണ്ടത് 2 കപ്പ് പോംഗ്രനേറ്റ് ജ്യൂസ്ക്ക്. അപ്പോൾ ഇത് കട്ട കെട്ടാതെ മിക്സ് ചെയ്തെടുക്കണം. അതിന് വേണ്ടി ഒരു ഹാൻഡ് വിസ്കാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് മിക്സ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇനിയിപ്പോൾ നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പോംഗ്രനേറ്റ് എടുക്കുമ്പോൾ നല്ല കളറുള്ള പോംഗ്രനേറ്റ് എടുക്കണം. എന്നാൽ അതുപോലെ നല്ല ഭംഗിയുള്ള കളറിൽ നമുക്ക് പുഡിംഗ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിന് വേണ്ടി ലോ ഫ്ലെയിമിലിട്ട് വേണം അത് കുക്ക് ചെയ്തെടുക്കാൻ. ഈ കോൺഫ്ലവറും ഈ പോംഗ്രനേറ്റ് ജ്യൂസും ഒന്ന് കുറുകി വരണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. ഇതൊരു 5 മിനിറ്റോളം ടൈം എടുക്കും ഇതൊന്ന് കുറുകി വരാൻ. ഈ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റ് ആവണം. കോൺഫ്ലവറും ഈ പോംഗ്രനേറ്റ് ജ്യൂസും ഒന്ന് കുറുകി കിട്ടണം. അപ്പോൾ ഇത് കുറുകി വരുന്നുണ്ട്. അപ്പോൾ കൈവിടാതെ നമ്മൾ ഇളക്കി കൊടുക്കണം. നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസി വേണം നമുക്ക്, എന്നാലേ പുഡിംഗ് പെട്ടെന്ന് സെറ്റായി കിട്ടുള്ളൂ. പിന്നെ ഞാനിപ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി. നമ്മുടെ പുഡിങ്ങിന് ഒരു തിളക്കമൊക്കെ കിട്ടാൻ വേണ്ടിയാണ് ഞാനിത് യൂസ് ചെയ്തത്. പിന്നെ ബട്ടറിൻ്റെ ഒരു ടേസ്റ്റും കിട്ടും പുഡിങ്ങിന്. അപ്പോൾ നമ്മുടെ പുഡിംഗ് മിക്സ് ഇവിടെ നന്നായി റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ഇനിയിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തുകൊണ്ട് ഇത് വാങ്ങി വെക്കാം. ഇനിയിപ്പോൾ ഒരു പുഡിംഗ് ട്രേയിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കണം. അതിന് മുമ്പായി ഇതൊന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കണം. എന്നാൽ പുഡിംഗ് പെട്ടെന്ന് ഈ പുഡിംഗ് ട്രേയിൽ നിന്ന് വിട്ട് കിട്ടും. അതിന് വേണ്ടിയാണ് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കണം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ പുഡിംഗ് മിക്സ് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തണുത്തതിന് ശേഷം വേണം അത് ഫ്രിഡ്ജിലേക്ക് മാറ്റാൻ. പിന്നെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇനി ഇത് ഗാർണിഷ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഗാർണിഷ് ചെയ്യുന്നത് കൊക്കനട്ട് പൗഡറാണ്. ഡെസിഗ്നേറ്റഡ് കൊക്കനട്ട് പൗഡർ യൂസ് ചെയ്താണ് ഇത് ഗാർണിഷ് ചെയ്യുന്നത്. കൊക്കനട്ട് പൗഡർ ഇല്ലെങ്കിൽ തേങ്ങ ചിരവിയത് ചേർത്താലും മതി. പിന്നെ ഈ മെറൂൺ കളറിൽ വൈറ്റ് ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയല്ലേ, അതുകൊണ്ടാണ് ഞാൻ ഈ കൊക്കനട്ട് പൗഡർ കൊണ്ട് ഗാർണിഷ് ചെയ്യുന്നത്. അതുപോലെ പോംഗ്രനേറ്റ് സീഡ്സ് ഉപയോഗിച്ച് നമുക്കത് ഗാർണിഷ് ചെയ്യാം. ഇത് തണുത്തതിന് ശേഷം വേണം ഫ്രിഡ്ജിലേക്ക് മാറ്റാൻ. 4 മണിക്കൂറോളൊക്കെ വേണ്ടി വരും ഇതൊന്ന് സെറ്റായി വരാൻ. ഇനിയിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിലും സെറ്റായി കിട്ടും. പക്ഷെ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് മോൾഡിൽ നിന്ന് വിട്ടു പോരും. അതുകൊണ്ടാണ് ഞാൻ ഫ്രിഡ്ജിൽ വെക്കണം എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ പുഡിംഗ് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. നല്ല ഭംഗിയിലാണ് പുഡിംഗ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഞാനിതിപ്പോൾ കുറച്ച് പോംഗ്രനേറ്റ് സീഡ്സ് വെച്ച് ഒന്നും കൂടെ ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇത് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യണേ. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനിയും ഇതുപോലുള്ള നല്ല റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.